വണ്ടിയിലൊരു ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരുപാട് ആമസോണിൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അത്യാവശ്യം ഒരു 10,000 മേളിലാണ് നാട്ടിലെ വില വരുന്നത്. HD ടൈപ്പ്. അപ്പോൾ ഞാനൊരു 4K റെസൊല്യൂഷനിലൊരു ചെറിയൊരു ക്യാമറയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 2 ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഫിറ്റ് ചെയ്യാം. അത് നമ്മൾ ഫിറ്റ് ചെയ്താൽ അതിൻ്റെ വയറൊക്കെ തൂങ്ങി കിടക്കാം. സാധനം ഒന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൽ വരുന്നത് ഇതാണ്, ചെറിയ ഒരു 4K റെസൊല്യൂഷനുള്ള ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീന് വളരെ ചെറിയൊരു സ്ക്രീനേ വരുള്ളൂ. നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ ആപ്പ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, ഈ ടൈപ്പ് ഒരു ചാർജർ. നമുക്ക് ചാർജർ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് USB A ടൈപ്പ് ചൂസ് ചെയ്യാം. പിന്നെ ബാക്കിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ക്യാമറ, അത് 2 ക്യാമറയാണ് വരുന്നത്. ഈ ബാക്കിലുള്ള ക്യാമറ 1080p ക്യാമറയാണ്, ഫ്രണ്ടിലൊരു 4K ക്യാമറ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ അതിൻ്റെ വയറൊക്കെ നമ്മൾ എനിക്ക് ഇത് ഇൻറ്റീരിയറിൽ വലിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കണതായിരിക്കും ഒരു ഭംഗി. അപ്പോൾ ഇത് നമ്മളൊരു കാർ ആക്സറീസ് സെൻറ്ററിൽ പോയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡാഷ് ക്യാമിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ വർക്കിംഗ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത ഒരു ഡാഷ് ക്യാം. ഇതിൻ്റെ പേരെന്താ M6 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് വാങ്ങിയത് AliExpress എന്നാണ്. AliExpress ഒന്നും ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ല. ഞങ്ങൾ പുറത്തുള്ള ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ AliExpress ലിങ്ക് വഴിയിട്ട് വാങ്ങാനുള്ളത്. എനിക്കൊരു 250 സൗദി റിയാലാക്കിയാണ് ഇതിനായത്. അങ്ങനെ വാങ്ങാം. കാരണം ഇന്ത്യൻ റേറ്റ് ഞാൻ ആമസോണിൽ നോക്കുമ്പോൾ ഇത്ര ക്വാളിറ്റിയുള്ള സാധനത്തിന് ഏകദേശം ഒരു 15,000 മേലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്യാമറ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ. ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.